നമ്മൾ സാധാരണയില്ലേ നമ്മുടെ മാതാപിതാക്കളുടെ കൂടെ താമസിക്കുമ്പോൾ ഉള്ള കെയർ കിട്ടും പോലെ തന്നെ നമുക്ക് നമ്മുടെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ കയ്യിൽ നിന്നോ കിട്ടണമെന്ന് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കും ഇല്ലേ? എന്നെ എല്ലാവരും സ്നേഹിക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കും. എന്നെ ഇഷ്ടപ്പെടണം, അതേപോലെ എന്നെ ചേർത്ത് പിടിക്കണമെന്ന ഏത് പെണ്ണും അല്ലെങ്കിൽ ഏത് ആണും ആഗ്രഹിക്കുന്നത് അല്ലേ? അവിടെ എന്തിനെങ്കിലും ഒരു ചെറിയ കുറവ് വരുമ്പോഴാണ് കുടുംബജീവിതത്തിലാണേലും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലും കാമുകന്മാരുടെ ഇടയിലും അച്ഛനമ്മമാരുടെ ഇടയിലാണേലും ഒരു പ്രശ്നം ഉണ്ടാകുന്നത് അല്ലേ? നമുക്ക് എപ്പോഴും സ്നേഹം കിട്ടിക്കൊണ്ടിരിക്കണം നമുക്ക് ആഗ്രഹം. നമുക്ക് എപ്പോഴും ആഗ്രഹം നമ്മളെ എല്ലാവരും ഇഷ്ടപ്പെടണം, നമ്മളെ എല്ലാവരും സ്നേഹിക്കണം എന്നല്ലേ? പക്ഷേ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ആ കെമിസ്ട്രി ഒന്ന് മാറുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ തുടക്കാവുന്നത്. അതായത് എപ്പോഴും പെണ്ണുങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ നമുക്ക് സന്തോഷമുള്ളപ്പം എല്ലാവരും നമ്മുടെ കൂടെ കാണും ഇല്ലേ? അതായത് ഇപ്പം നമുക്ക് എന്നാ ബർത്ത്ഡേ ആഘോഷിക്കാനും അല്ലെങ്കിൽ വാലന്റൈൻസ് ഡേ ആഘോഷിക്കാനും അല്ലെങ്കിൽ എന്ത് ആഘോഷം വന്നാലും അവരെല്ലാവരും വന്ന് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സംഭവമായിട്ട് നമ്മുടെ കൂടെ നിൽക്കും ഇല്ലേ? പക്ഷേ മറ്റേ അതല്ല, നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ കുറവ് സംഭവിക്കുമ്പോൾ ഇവരാരും അപ്പം കൂടെയില്ല. ശരിക്കും പറഞ്ഞാൽ അപ്പോഴാണ് നമുക്ക് അവരുടെയൊക്കെ ആവശ്യമുള്ളത്. നമുക്ക് നല്ല കാലത്തിൽ നമ്മൾ സന്തോഷിക്കുന്ന സമയത്ത് ആരുടെ ആവശ്യമില്ലെങ്കിലും നമ്മളങ്ങ് സന്തോഷിച്ച് പൊക്കോളും അല്ലേ? നമുക്കൊരു വിഷമമില്ലാണ്ട്. പക്ഷെ നമ്മൾ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഇവരെ ആരെയും നമ്മൾ കാണില്ല അല്ലേ? അപ്പം നമുക്ക് മനസ്സിലൊരു വിഷമാകും. ഒത്തിരി കുടുംബത്തിൽ ഒത്തിരി പേര് അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. ഒന്നെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അച്ഛനമ്മമാരും മക്കളും തമ്മിലുള്ള പ്രശ്നങ്ങളോ, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി നഷ്ടപ്പെട്ടതോ, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കുടുംബജീവിതത്തിൽ എല്ലാവർക്കും തന്നെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. അപ്പം ആ സമയത്തൊന്നും നമ്മുടെ കൂടെ നിന്നവർ ആരും നമ്മുടെ കൂടെ കാണുകയില്ല ഇല്ലേ? നമുക്കൊന്ന് പറയാൻ പോലും, അവരൊന്ന് കേൾക്കാൻ പോലും ഏറ്റവും ആവശ്യം എന്നറിയാമോ? നമ്മുടെ സങ്കടങ്ങൾ പറയുമ്പോൾ ഒന്ന് കേൾക്കുക എന്നുള്ളതാണ്. അത് ആരാണേലും ഒന്ന് ശകല നേരെങ്കിലും കേട്ടോണ്ടിരുന്നിട്ട് കുഴപ്പമില്ല, സാരമില്ല, അവരെ കൊണ്ടൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റില്ലായിരിക്കാം, എങ്കിൽ പോലും അവരൊന്ന് കേട്ടാൽ മതിയായിരിക്കും ഇല്ലേ? ചിലരുണ്ട് സാമ്പത്തികമായിട്ട് തകർന്നു പോയി കഴിഞ്ഞിട്ട് ഒരു മനുഷ്യൻ അവരുടെ വീട്ടിൽ കയറി വരാണ്ടിരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായവരും ഒത്തിരി പേരുണ്ട് ഈ ലോകത്ത്. അവരിങ്ങനെ ഒറ്റപ്പെട്ട് ജീവിച്ചു, എന്നിട്ട് അവസാനം അവരെങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട് വരാൻ ശ്രമിക്കുമ്പോൾ പോലും അവരെ താറുമാറടിക്കുന്ന ഒത്തിരി പേരുണ്ട്. അങ്ങനെ കുടുംബജീവിതവും നഷ്ടപ്പെടാറായി, സാമ്പത്തികവും നഷ്ടപ്പെടാറായ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നവരും ഉണ്ട് ഇല്ലേ? അപ്പോഴൊക്കെ ഓരോരുത്തർ പറയുന്ന വാക്കുകൾ എന്നറിയാവോ? ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ, ഞങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ, തന്നെത്താനെ വരുത്തി വെച്ചതല്ലേ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയും. ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ വാക്കുകളൊന്നും അല്ല പ്രയോഗിക്കേണ്ടത്. സാരമില്ല, ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാണ്ട് മാർഗം കണ്ടുപിടിക്കാം എന്നൊന്ന് വാക്കുകൾ മാത്രം, അത് ചിലപ്പം അതായിരിക്കും ഭയങ്കര ആശ്വാസം ഇല്ലേ? അങ്ങനെ ചെയ്യുക. അതുപോലെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലാണെങ്കിലും ഭാര്യയുടെ ചെറിയൊരു സങ്കടം ഭാര്യയ്ക്ക് വന്നാലും ഭർത്താവിന് മനസ്സിലാക്കാൻ സാധിക്കണം ഇല്ലേ? അപ്പോൾ ചോദിക്കണം, നമ്മൾ ആദ്യകാലത്ത് എങ്ങനെ ഭാര്യ ഭർത്താക്കന്മാർ മോളു പൊന്നെ ചക്കരെ എന്നൊക്കെ തേനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും വിളിക്കുന്നത്. ഒക്കെ ഭർത്താവിനെ ആണെങ്കിലും ബേബി എന്ന് വിളിക്കണവരുണ്ട്, പിന്നെ പൊന്നേനെ കുട്ടാന്ന് വിളിക്കുന്നവരുണ്ട്, എനിക്കറിയത്തില്ല, മോനെന്ന് വിളിക്കുന്നവരുണ്ട്, എന്തൊക്കെ പേരുകളിൽ വിളിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഒന്നും പറയാനില്ല. അപ്പം അങ്ങനെയൊക്കെ വിളിച്ചുകൊണ്ടായിരിക്കും ഭർത്താവിനെയും വിളിക്കുന്നത്. പക്ഷേ നമ്മൾ അത് ആ സ്നേഹബന്ധത്തെ ഈ പഞ്ചാര വർത്തമാനങ്ങളൊക്കെ നല്ലതാണ്. ജീവിതമാകുമ്പോൾ കയ്പും എരിവും മധുരവും പുളിയും പഞ്ചസാരയും ഒക്കെ കൂടിയതായിരിക്കണം കുടുംബജീവിതം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെ അവരങ്ങനെ പരസ്പരം അങ്ങനെയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നവർ ഏതെങ്കിലും അവസരത്തിൽ അവരുടെ പേര് വിളിക്കുക. ഉദാഹരണമായിട്ട് ഇപ്പം മീന, എടി മീനെ എന്നൊക്കെ വിളിക്കുമ്പോഴത്തേനും ട്യൂണിൽ മാറ്റം വരില്ലേ സംസാരത്തിൻ്റെ? അപ്പം എന്താ അങ്ങനെ വിളിച്ച് എന്ന് ചോദിക്കുമ്പോൾ അത്രയും നാളും പൊന്നെ മുത്തേ ചക്കരയെന്ന് വിളിച്ചവർ പെട്ടെന്ന് മാറി പറയുമ്പോൾ എന്താ കാരണം എന്ന് അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൻ്റെ തുടക്കമാണ് നമ്മൾ വിചാരിച്ചാൽ മതി ഇല്ലേ? എന്നാൽ സ്വരം താത്തി നമ്മൾ എന്നെ മീനെ അല്ലെങ്കിൽ മോളെ ആ പറയുന്ന രീതിയിൽ തന്നെ, സാധാരണ സംസാരിക്കുന്ന രീതിയിൽ തന്നെ അവർ സംസാരിക്കുകയും അത് എന്താണെന്ന് വെച്ചാൽ അതിനൊരു സൊല്യൂഷൻ ഞാനുണ്ട് കൂടെ, നമുക്ക് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു തീർക്കാം, അല്ലെങ്കിൽ നമുക്ക് ചെയ്ത് തീർക്കാം, നീ വിഷമിക്കുകയൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുടുംബജീവിതം ഭയങ്കര ദൃഢമായിട്ട് വരും. ആ ഭാര്യയ്ക്ക് പിന്നെ ഒരിക്കലും ഭർത്താവിന് വേർപിരിഞ്ഞ് താമസിക്കാനോ ഭർത്താവിനെ വെറുക്കുവാനോ സാധിക്കുകയില്ല. തിരിച്ചും ഭർത്താവിന് സാമ്പത്തികമായ ആണുങ്ങൾ സാമ്പത്തികം കൈകാര്യം ചെയ്യുക, അവർക്ക് എന്തെങ്കിലും പ്രതിസന്ധി വന്നിരിക്കുക, അപ്പം അങ്ങനെ ഒരു പ്രതിസന്ധിയോ അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സമൂഹത്തിൽ ഇറങ്ങിയപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളോ
എന്ത് വന്നാലും അപ്പോഴും ഭാര്യയോട് ഭർത്താവ് പറയുക, ഭാര്യ പറയുക സാരമില്ല നമുക്ക് ഇന്നത് ചെയ്യാം, അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് എൻ്റെ സ്വർണ്ണം ഉണ്ടല്ലോ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഉണ്ടല്ലോ, എൻ്റെ കയ്യിൽ ഇന്ന പൈസ ഉണ്ടല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും സഹായം നമുക്ക് എവിടുന്നെങ്കിലും ഉണ്ടാക്കാം എന്നൊരു സാന്ത്വനം അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ആ കുടുംബജീവിതം ഒരിക്കലും പരാജയപ്പെടില്ല. മിക്ക കുടുംബത്തിൽ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? ഭർത്താവിനെ സഹായിക്കാൻ ഭാര്യയും തയ്യാറാകില്ല, ഭാര്യനെ സഹായിക്കാൻ ഭർത്താവും തയ്യാറാകില്ല. അപ്പം അവിടെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഒത്തിരി ഭർത്താക്കന്മാർ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരുണ്ട്. ഭാര്യയുടെ യാതൊരു സപ്പോർട്ടും ഇല്ലാതെ തന്നെ ആദ്യകാലത്ത് ഭയങ്കര ചക്കരയെ പൊന്നെ അടയെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് കഴിയുമ്പോൾ ഭർത്താക്കന്മാരെ ഭർത്താവിന് എന്തെങ്കിലും ഒരു പാകപ്പിഴ വന്നു പോയെങ്കിൽ അയാളെ പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്ന ഭാര്യമാർ ഒത്തിരി പേരുണ്ട്. അതേപോലെ ഭാര്യയ്ക്ക് എന്തെങ്കിലും ജോലി നഷ്ടപ്പെടുകയോ ഭാര്യയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലോ സ്ത്രീകൾക്ക് ഒത്തിരി പേർക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നവരാ അല്ലേ? ജീവിതത്തിൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ സ്ത്രീകൾ ഒത്തിരി പ്രശ്നം എല്ലാ മാസവും തന്നെ അനുഭവിക്കുന്നവരുണ്ട്. അവർക്ക് ദേഷ്യം കൂടുതലായിരിക്കും, അവർക്ക് മറ്റുള്ളവർ വെറുപ്പ് അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഒരു അവസരങ്ങളുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കാതെ ഭാര്യയോട് എടുത്തു ചാടി പ്രവർത്തിക്കുന്ന ഭർത്താക്കന്മാരുമുണ്ട്. അപ്പം അവിടെ പ്രശ്നങ്ങൾ കൂടും. അപ്പോൾ ഭാര്യ ഓർക്കും, എനിക്കിങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ നിന്നില്ലല്ലോ എന്നാ ചിന്തിക്കുള്ളൂ ഇല്ലേ? അപ്പം നമ്മൾ ആ സമയത്ത് നമ്മൾ ഭാര്യയോട് കൂടെ നിൽക്കണം. സാരമില്ല മോളു എന്നും എന്താണോ വിളിക്കുന്നത് ആ പേരിൽ തന്നെ വിളിക്കാവുള്ളൂ. അല്ലാണ്ട് മാറി ഇട്ടി ആ പേര് ഞാൻ പറഞ്ഞ പോലെ ആദ്യത്തെ പോലെ മീനെ എന്നൊക്കെ അങ്ങനെയൊന്നും വിളിക്കാൻ പോകരുത്. നമ്മൾ അപ്പോഴും സ്നേഹത്തോടെ തന്നെ ഭാര്യയോട് വിളിക്കുക. കാരണം അവരുടെ ആ ഒരു 1-2 ദിവസത്തെ വ്യത്യാസം ആ ശരീരത്തിലുണ്ടാകുന്ന ഹോർമോണിൻ്റെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അവരെ തള്ളിപ്പറയാണ്ടിരിക്കുക. മിക്ക കുടുംബജീവിതത്തിലും പറ്റുന്നത് ഈ സമയത്ത് ഭാര്യമാരെ തള്ളിപ്പറയുന്നതാണ്. അതെന്തുമാത്രം വിഷമം ആ കുടുംബത്തിനുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഭാര്യ കാല് പിടിച്ച് ചെല്ലും ഭർത്താവിൻ്റെ. അതാണ് ഭാര്യമാർ കെഞ്ചി ചെല്ലുന്ന എത്രയോ അവസരങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നറിയാമോ? എന്നോട് ഇങ്ങനെ പെരുമാറില്ലേ എന്ന് പറഞ്ഞു. കാരണം ഭർത്താക്കന്മാർ മനസ്സിലാക്കണില്ല, ഭാര്യയുടെ ശാരീരികാവസ്ഥകളും മാനസികാവസ്ഥകളും ഒന്നും മനസ്സിലാക്കണില്ല. അപ്പോൾ ആ പഴയ പോലെ തന്നെ അവരുടെ കെമിസ്ട്രി നിൽക്കുകയായിരുന്നെങ്കിലുണ്ടല്ലോ അവരുടെ കുടുംബജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുകയില്ല. എപ്പോഴും തള്ളിപ്പറയാതിരിക്കാൻ ശ്രമിക്കുക. തള്ളിപ്പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതം അവിടെ തീർന്നു എന്ന് കൂട്ടിയാൽ മതി. പിന്നീട് മുന്നോട്ട് പോകാൻ ഭയങ്കര പാടായിരിക്കും. എനിക്കറിയാവുന്ന ഒരു ഭാര്യ നല്ല ജോലിയുള്ളൊരു പെണ്ണായിരുന്നു. ഭർത്താവിനും ജോലിയുണ്ട്. അപ്പോൾ ഒരു സമയത്ത് കമ്പനിയിൽ പ്രൈവറ്റ് ഫേമിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അവരുടെ ജോലി നഷ്ടപ്പെട്ടു. ശമ്പളത്തിൻ്റെ എന്തോ കേസ് വന്നപ്പോൾ അവരെ പറഞ്ഞു വിട്ടു. അപ്പം ജോലി പോയി കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരിക്ക് വീട്ടിൽ ചെന്ന് പറയാനൊരു ഭയങ്കര പേടി. കാരണം ഒരു വരുമാനം നിന്ന് പോവുകയാണല്ലോ. അപ്പം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം പോയില്ല, 2 ദിവസം പോയില്ല. അപ്പോൾ ഭർത്താവ് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ജോലി പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഭാര്യ ഉദ്ദേശിച്ചത് എന്താണെന്നറിയാമോ? ഭർത്താവ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുമായിരിക്കും, ഒരു വരുമാനം നിന്നു പോവുമല്ലേ, എന്തെങ്കിലും പറയുമായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ നേരെ തിരിച്ചാണ് സംഭവിച്ചത്. ഭർത്താവ് പറഞ്ഞു സാരമില്ല, നമുക്ക് ഒന്ന് കറങ്ങിയിട്ട് വരാം, എൻ്റെ ഓഫീസിലൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ആ ഭാര്യയെ ചേർത്ത് നിർത്തി പുള്ളിയുടെ ഓഫീസിലൊക്കെ കൊണ്ടുപോയി 2 ദിവസം അവരവിടെ വീടെടുത്ത് ഒരു റൂമെടുത്ത് താമസിച്ച് സന്തോഷത്തോടു കൂടി അവർ തിരിച്ചു വന്നു. വലിയ സാമ്പത്തികമൊന്നുമില്ലാത്ത സാധാ നിസ്സാര ജോലിക്കാരായിരുന്നു 2 പേരും. അങ്ങനെ ചേർത്ത് നിർത്തി ആ ഭാര്യ ഇന്നിപ്പോൾ വേറൊരു സ്ഥലത്ത് ജോലിക്ക് കയറി. എങ്കിലും നമ്മൾ അങ്ങനെ ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ആ ഭാര്യനെ ചേർത്ത് നിർത്തിയോണ്ടല്ലോ എന്തൊക്കെ വന്നാലും ഭൂമി ഇടിഞ്ഞു താന്നു പോകുമെന്ന് പറഞ്ഞാലും ആ ഭാര്യ ഭർത്താവിന് വിട്ടുപോരില്ല. അത് ഉറപ്പായ കാര്യമാണ്. കാരണം അവരെ ചേർത്ത് നിർത്തി ആ പ്രതിസന്ധി ഘട്ടത്തിൽ അവരെ ചേർത്ത് നിർത്തിയ ഭർത്താവിനെ അവർക്ക് ഒരിക്കലെങ്കിലും മറക്കാൻ പറ്റുമോ? നമ്മൾ അങ്ങനെ ആയിരിക്കണം. ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും സുഖമുള്ളതായിരിക്കില്ല. അതിൽ കയറ്റിയിറക്കങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാകാം അല്ലേ? അത് പുളിപ്പും മധുരവും കയ്പും എരിവും ഒക്കെ ഉള്ളതാണ് കുടുംബജീവിതം എന്ന് പറയുന്നത്. നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് കിട്ടിയ കെയർ പോലെ തന്നെ നമ്മുടെ ഭർത്താവിൻ്റെ അടുത്തു നിന്നും വഴക്കുകളൊക്കെ പറയാം. ഭർത്താക്കന്മാർക്കൊക്കെ ആവശ്യമില്ലാതെ ഭാര്യമാർ എന്തെങ്കിലും ചെയ്താൽ അതൊക്കെ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്യാം. പക്ഷെ എങ്കിലും ചേർത്ത് നിർത്തുന്ന ഒരു കുടുംബജീവിതമാണെങ്കിലുണ്ടല്ലോ ഒരിക്കലും ആ കുടുംബത്തിൽ ഒരു അലമ്പുണ്ടാകാൻ പോകുന്നേയില്ല. എപ്പോഴാണേലും അവർ ചേർത്ത് തന്നെ സ്നേഹത്തോട് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും. അതല്ല എങ്കിൽ ആദ്യകാലം തൊട്ട് തന്നെ ഭാര്യ ഭർത്താവിനെ ഭരിക്കുകയും ഭർത്താവ് ഭാര്യനെ ഭരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നാൽ ആദ്യത്തെ ഹണിമൂൺ സമയം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും 2 പേരും കൂടെ 2 ദിശയിലായി പോയിട്ടുണ്ടെങ്കിൽ ആ കുടുംബജീവിതം തീർന്നു എന്ന് കൂട്ടിയാൽ മതി. പിന്നെ ഇതിനകത്തുണ്ട് അമ്മായിയമ്മമാരും മരുമക്കളുടെ അടുത്ത് കുശുമ്പുകളൊന്നും പറഞ്ഞു കൊടുക്കാനും കൂടെ ഇരിക്കുക. ആവശ്യമില്ലാത്ത ഭർത്താവിൻ്റെ പഴയ കാര്യങ്ങളോ തമാശയ്ക്കാണെങ്കിൽ പോലും ചില അമ്മമാരുണ്ട് കേട്ടോ, ഭർത്താവിൻ്റെ മുൻബന്ധങ്ങളുണ്ടെങ്കിൽ ഈ അമ്മയ്ക്ക് അറിയാവുന്നതാണെങ്കിൽ അമ്മ അങ്ങ് പറഞ്ഞു കൊടുക്കും.
അതൊക്കെ ഭയങ്കര അബദ്ധത്തിലേക്ക് പിന്നീട് ആ മക്കളുടെ ജീവിതം കൊളാകാൻ വേറെ ഒന്നും വേണ്ട. അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. ഇവർ പരസ്പര സ്നേഹത്തോടു കൂടി ജീവിക്കട്ടെ എന്ന് വിചാരിക്കുക. പരസ്പരം പങ്കുവെച്ച് എല്ലാ കാര്യങ്ങളും ഭർത്താവും ഭാര്യയും കൂടെ സ്നേഹത്തോടെ ചെയ്തു നോക്കി ആ കുടുംബജീവിതം സന്തോഷമായിരിക്കും. അവരുടെ ജീവിതത്തിൽ വേറെ ആർക്കും അതിനകത്ത് ഇടപെടാൻ അവർ സമ്മതിക്കുകയില്ല. എപ്പോഴും ഇച്ചിരി എന്നാ പറഞ്ഞാൽ പുന്നാരിച്ചോണ്ടിരുന്നോന്നേ അതിനൊന്നും കുഴപ്പമില്ല. പുന്നാരിക്കണേന് ഇപ്പോൾ അവനവൻ്റെ ഭാര്യനെ അല്ലെങ്കിൽ അവനവൻ്റെ ഭർത്താവിന് പുന്നാരിക്കണേന് ഇപ്പോൾ എന്നാ കുഴപ്പമിരിക്കണേ? നല്ല സ്നേഹത്തിന് വേണ്ടിയിട്ട് പുന്നാരിക്കുകയോ നമുക്ക് ഇച്ചിരി കൊഞ്ചുകയോ ഒക്കെ ചെയ്യാം നമ്മുടെ ഭർത്താവിൻ്റെയോ ഭാര്യയുടെ അടുത്ത്. അതിലൊന്നും ഒരു കുഴപ്പമില്ല. അതൊക്കെ ജീവിതം കൂടുതൽ ദൃഢമാക്കിയുള്ളൂ. നമുക്കപ്പോൾ എന്ത് പ്രതിസന്ധി വന്നാലും ജീവൻ പോയാൽ പോലും നമ്മൾ ഒരാളെ ഉപേക്ഷിക്കാതിരിക്കുക. അത് ഭർത്താവിനെയാണെങ്കിൽ ഉപേക്ഷിക്കാതിരിക്കുക, ഭാര്യേനെയാണെങ്കിൽ ഉപേക്ഷിക്കാതെ നമ്മൾ ചേർന്ന് നിൽക്കുക. എങ്കിലേ നമ്മുടെ കുടുംബജീവിതം നമ്മുടെ മക്കളും നമ്മളെ കണ്ടു വളരുകയുള്ളൂ. ആ കുടുംബജീവിതം എന്ന് പറയുന്നത് സ്വർഗ്ഗതുല്യമായിരിക്കും, ഉറപ്പായ കാര്യമാണ്. പരസ്പരമുള്ള വിശ്വാസവും പരസ്പരമുള്ള സ്നേഹവും ഉണ്ടെങ്കിൽ ആ കുടുംബജീവിതം വിജയിച്ചു. അല്ലാതെ ഇതിനകത്ത് വേറൊരു കെമിസ്ട്രി ഇല്ല. എല്ലാ കാര്യങ്ങളും എപ്പോഴും കുറ്റപ്പെടുത്താണ്ടിരിക്കുക. നമ്മൾ ആദ്യകാലത്ത് എങ്ങനെയായിരുന്നോ ജീവിച്ചിരുന്നത് അതുപോലെ തന്നെ, ആദ്യകാലത്ത് നല്ല സ്നേഹത്തിലായിരിക്കും ഭാര്യ ഭർത്താക്കന്മാർ ജീവിക്കുന്നത് അല്ലേ? അതുപോലെ തന്നെ പിന്നെയും ജീവിക്കാൻ നമുക്ക് പറ്റും. പിന്നെ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ രണ്ടും രണ്ടായി മാറാൻ നമ്മൾ ശ്രമിക്കുന്നത്? ആദ്യകാലത്തെ പോലെ തന്നെ നമ്മൾ ഭാര്യനെ സ്നേഹിക്കുക, ഭർത്താവിനെ സ്നേഹിക്കുക. അപ്പോൾ നമ്മുടെ ജീവിതം സന്തോഷമായിരിക്കും. അല്ലാതെ രണ്ടും രണ്ടായിട്ട് കാണാണ്ടിരിക്കുക, എപ്പോഴും കുറ്റപ്പെടുത്താതിരിക്കുക. ഒത്തിരി പ്രതിസന്ധികൾ കുടുംബജീവിതത്തിൽ വരും. കുടുംബജീവിതം എന്ന് പറയുന്നത് നമ്മൾ എടുത്തു നോക്കിയാൽ നമ്മുടെ ഈ ചുറ്റുപാടുകളിലുള്ള നമ്മുടെ എല്ലാ വീടുകളിലും ചെന്ന് നോക്കിയേ എന്തെങ്കിലും ഒരു വിഷയത്തിൻ്റെ പേരിൽ പ്രശ്നങ്ങളുള്ള വീടുകളെ കാണുള്ളൂ. ആർക്കും സ്വൈര്യമുള്ളവർ കാണില്ല. പണമുള്ളവർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ വേറെ എന്തെങ്കിലും ആ കാര്യം കാണും. എന്തെങ്കിലും മക്കളെ കൊണ്ടോ ഭർത്താവിനെ കൊണ്ടോ ഭാര്യയെ കൊണ്ടോ മക്കളെ കൊണ്ടോ അല്ലെങ്കിൽ സഹോദരങ്ങളെ കൊണ്ടോ ഒക്കെ പ്രശ്നങ്ങളുള്ള വീടുകളെ കാണുകയുള്ളൂ. അപ്പം നമ്മൾ ചിന്തിക്കുക, നമുക്ക് ദൈവം തന്നതിൽ നമ്മൾ സംതൃപ്തരാകുക, അത് മാത്രം മതി. അപ്പം ഞാൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരും പരസ്പര സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ഇരിക്കാൻ ശ്രമിക്കുക. അപ്പം നല്ലൊരു ദിവസം.